ഈ ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ ചിലരുടെ ഇടയിലൊരു വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ രാമായണ മാസമായിട്ട് ആചരിക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ട്. ഈ കോൺഗ്രസ്സുകാരുടെ ഏർപ്പാട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ നുണ പറയൽ മാസാചരണമാണ്. അതുകൊണ്ട് തന്നെ സകല വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ബഷീറിൻ്റെ കഥയിൽ ഉണ്ടല്ലോ, അതിൻ്റെ ആളും നമ്മളാന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, അതിൻ്റെ ആളും നമ്മളാന്ന് മറ്റേ ആന ഗർഭം ധരിച്ചതെന്നുള്ള വാർത്ത കേട്ടപ്പോൾ അതിൻ്റെ ആളും നമ്മളാന്ന് പറഞ്ഞ ആ കഥാപാത്രങ്ങളെ പോലെ എല്ലാം ഞങ്ങളെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ആളുകളാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം എന്നാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിലമ്പൂർ കേൾക്കൂ നിലമ്പൂരിൻ്റെ വികസനത്തിൽ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നടത്തി LDF സർക്കാർ. ആ LDF സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിൻ്റെ പ്രഖ്യാപനമായിട്ട് നിലമ്പൂർ ഇലക്ഷൻ മാറും എന്നുള്ളതാണ് നമുക്ക് വരാൻ പോകുന്ന അനുഭവം. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി പറയാണ്, ഈ വികസന നേട്ടങ്ങൾക്കൊപ്പം നിലമ്പൂരിലെ ജനതയുണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്.